ശരിയല്ല. ലാലേട്ടൻ ഇപ്പോഴും ഒരു നല്ല സ്ക്രിപ്റ്റൊക്കെ കിട്ടിയാലും അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറുടെ കീഴിൽ വന്നാലൊക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ തന്നെ അതിന് ഉദാഹരണമാണ്. വളരെ സട്ടിലായിട്ട് ആണ് അദ്ദേഹം അതിനെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ റിയലിസത്തിൻ്റെ ഒരു ചെടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് മാറിയിട്ട് സിനിമാറ്റിക്കായിട്ട് അതിനെ സമീപിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അതാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു വലിയ സൂപ്പർ സ്റ്റാർ, വലിയ ഒരു താരപ്രഭയുള്ള ഒരു ആളാണ് എന്നുള്ള രീതിയിലൊന്നുമല്ല അദ്ദേഹം ഷൂട്ടിൽ ഇടപെടുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്നാലും അത് നമ്മുടെ ഷൂട്ടൊക്കെ കൃത്യമായിട്ട് പോവുള്ളൂ. ലാലേട്ടൻ അങ്ങനെ ഒരാൾ തന്നെയാണ്. എപ്പോഴും സെറ്റിലൊക്കെ അങ്ങനത്തെ ഒരാളാണ്. ഒരു എനർജി പ്രസരിപ്പിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും ഒരു എനർജി വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എനർജി കൊടുക്കുന്ന ഒരാളാണ്. ലിജോൻ്റെ ആദ്യത്തെ 2 സിനിമകളും നായകനും ആമേനും നിങ്ങൾ ഒന്നിച്ചുള്ള സിനിമകളാണ്. അതിൻ്റെ 2ൻ്റെയും സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതും റഫീഖ് തന്നെയാണ്. അതിനുശേഷം ചെയ്യുന്നൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. നിങ്ങൾ നമ്മളൊരു കൂട്ടുകെട്ടും മോഹൻലാലിനെ വെച്ചിട്ടുള്ളൊരു സിനിമയും ഒക്കെ അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഫാൻറ്റസി ഞങ്ങൾക്ക് തന്നെ എഴുതിയാൽ മതി. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാലെന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് റഫീഖ് സ്ക്രിപ്റ്റ് ചെയ്ത മോഹൻലാൽ അഭിനയിച്ച മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമകളാണ്. ലിജോൻ്റെ ആദ്യത്തെ 2 സിനിമകളും നായകനും ആമേനും നിങ്ങൾ ഒന്നിച്ചുള്ള സിനിമകളാണ്. അതിൻ്റെ 2ൻ്റെയും സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതും റഫീഖ് തന്നെയാണ്. അതിനുശേഷം ചെയ്യുന്നൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ഇതിന് 3നും ഒരു ആമേനും ഈ സിനിമയ്ക്കും ഒരു ഫാൻറ്റസി സ്വഭാവം ഉണ്ടെന്നൊക്കെ തോന്നുന്നു. ആമേൻ ഓഫ് കോഴ്സ് ഉണ്ട്. മലൈക്കോട്ടയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നമ്മളൊരു കൂട്ടുകെട്ടും മോഹൻലാലിനെ വെച്ചിട്ടുള്ളൊരു സിനിമയും ഒക്കെ അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നതൊക്കെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ചു വരേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല. സത്യത്തിൽ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. വളരെ കൃത്യമായിട്ട് സിനിമയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഫിഗറാണല്ലോ അദ്ദേഹം. ഇന്ത്യൻ ആക്ടേഴ്സിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. തിരിച്ചുവരവെന്നൊക്കെ പറയുമ്പോൾ അത് അതിശയോക്തിയാണെന്ന് തോന്നുന്നത്. അങ്ങനെയല്ല, എപ്പോഴും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് അങ്ങനെയല്ല. ഈ അടുത്ത് വന്ന നേര് സിനിമ വിജയിച്ചെങ്കിലും അതിന് മുമ്പ് വന്ന കുറേ സിനിമകൾ മോഹൻലാലിന് പരാജയമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അർത്ഥത്തിൽ പറഞ്ഞത്. പിന്നെ ജയപരാജയങ്ങൾ ബാധിക്കാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലേക്കൊക്കെ ഇവരൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അത്. ലാലേട്ടൻ ഇപ്പോഴും ഒരു നല്ല സ്ക്രിപ്റ്റൊക്കെ കിട്ടിയാലും അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറുടെ കീഴിൽ വന്നാലൊക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ തന്നെ അതിന് ഉദാഹരണമാണ്. വളരെ സട്ടിലായിട്ട് ആണ് അദ്ദേഹം അതിനെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്നൊരു മാനമുണ്ട്. അത് നമ്മൾ നേരിട്ട് ക്യാമറയുടെ ബാക്കിൽ നിന്ന് കാണുന്നതാണ്. അത് അത്ര മതി. ഒട്ടും ഓവറാവേണ്ട ആവശ്യമില്ല.
ആ കഥാപാത്രം അത്ര മതി, അല്ലെങ്കിൽ ഈ നമ്മളൊരു ഡയലോഗ് കൊടുക്കുമ്പോൾ തന്നെ ആ ഡയലോഗ് ഏതുവരെ പോകാം, ഏതളവിൽ വരെ ചെയ്യാം, എങ്ങനെയൊക്കെ അതിന് വേറെ തരത്തിൽ പറയാം എന്നൊക്കെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും എക്സ്പീരിയൻസും ഉണ്ടല്ലോ. ബാക്കിയൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. ഒരു താരം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ മമ്മൂക്കയായാലും ലാലേട്ടനായാലും അവരുടെയൊക്കെ പുറകിൽ അവരുടെയൊക്കെ മേൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ലിജോയുമായിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളും, 3 സിനിമ, 3ാമത്തെ സിനിമയുണ്ട്. ലിജോയ്ക്ക് വേണ്ടി എഴുതുന്നു എന്നുള്ളതാണ്. ലിജോ പറയുന്നത് എഴുതുന്നു, ഭാഷ കൊണ്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ അങ്ങനെ തന്നെയാണോ? നായകനിലും മാമനിലും ഒക്കെ അങ്ങനെ തന്നെയാണോ? നായകൻ്റെ ത്രെഡും പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. മാമൻ അദ്ദേഹം പറഞ്ഞൊരു ത്രെഡാണ്, ഇതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് സത്യത്തിൽ ഇതെല്ലാം. നമ്മളതിൻ്റെ കൂടെ നിൽക്കുന്നു, നമ്മുടെ ഒരു ലാംഗ്വേജ് കൊണ്ടും ഒക്കെ കൂടെ നിൽക്കുന്നു. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. പരിചയപ്പെട്ട കാലം മുതൽ നമുക്ക് പരസ്പരം എല്ലാം അറിയുന്ന ആളുകളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വാലിബനിലെ ക്യാരക്ടറിന് ഒരു എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോ ഇമേജ് ഒക്കെ ഉള്ള പോസ്റ്ററൊക്കെ കണ്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പറയുന്നതാണ്. അങ്ങനെയാണോ അത്? കുട്ടികൾക്ക് വേണ്ടി അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒക്കെ പരസ്യങ്ങളൊക്കെ? എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു സാധനമാണത്, ഉറപ്പായിട്ടും. സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ടൊവിനോടെ ഒരു പടം വന്നു, മിന്നൽ മുരളി. നമ്മുടെ കുട്ടികൾ സൂപ്പർ ഹീറോസിൻ്റെ സിനിമകൾ കാണുന്നുണ്ട്, അവരത് ആസ്വദിക്കുന്നുണ്ട്, നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. നമ്മൾ മായാവിയുടെ പുറത്തിരുന്ന് പോയിട്ടില്ലേ, ഒരുപാട് പോയിട്ടുണ്ട്. ലുട്ടാപ്പിയുടെ കുന്തത്തി കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്, ആക്ച്വലി ഉണ്ട്. അതിന് സിനിമ ഈ റിയലിസത്തിൻ്റെ ഒരു ചെടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് മാറിയിട്ട് സിനിമാറ്റിക് ആയിട്ട് അതിനെ സമീപിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അതാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. മോഹൻലാലും കൂടിയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് അനുഭവം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ചെറുപ്പത്തിലെ തന്നെ അപ്പോൾ തന്നെ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാളാണല്ലോ മോഹൻലാലിൻ്റെ ഗംഭീര കാലം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലവും കൂടിയിട്ടാണ്, പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തെ ഒരു നടൻ എന്നുള്ള രീതിയിൽ മോഹൻലാൽ എങ്ങനെയാണ് അനുഭവിച്ചത്? പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. കൃത്യത, എന്തിലും കൃത്യത ഉള്ള ഒരാളാണ്. സമയത്തിലും അഭിനയിക്കുന്നതിലും പിന്നെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു വലിയ സൂപ്പർ സ്റ്റാർ, വലിയ ഒരു താരപ്രഭയുള്ള ഒരു ആളാണ് എന്നുള്ള രീതിയിലൊന്നുമല്ല അദ്ദേഹം ഷൂട്ടിൽ ഇടപെടുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്നാലും അത് നമ്മുടെ ഷൂട്ടൊക്കെ കൃത്യമായിട്ട് പോവുള്ളൂ. ലാലേട്ടൻ അങ്ങനെ ഒരാൾ തന്നെയാണ്. എപ്പോഴും സെറ്റിലൊക്കെ അങ്ങനത്തെ ഒരാളാണ്. ഒരു എനർജി പ്രസരിപ്പിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും ഒരു എനർജി വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എനർജി കൊടുക്കുന്ന ഒരാളാണ്. അതിനകത്തെ പാട്ടുകൾ റഫീഖ് എഴുതിയിട്ടുണ്ട്. അതിലത്തൊരു പാട്ട് പാടാവോ? പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാലെന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ, പട്ടുടുപ്പിച്ചു ഞാൻ കൊണ്ടുപോകാം, പൊന്നും വളയിട്ട് കൊണ്ടുപോകാം, പന്തയം വച്ചൊരു മുത്തം തന്നാ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം, മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്നും മുത്തെടുക്കും പോൽ പുറത്തെടുക്കൂ. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നൊരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത സിനിമകൾ മുഴുവൻ വേറെ തരത്തിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ ഒരു മുഖ്യധാര സിനിമയുടെ ഇപ്പോൾ ഡബിൾ ബാരലാണെങ്കിലും ചുരുളിയാണെന്നുണ്ടെങ്കിലും
ആമേനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുകയും അതിനകത്തെ ഓരോരോ സീനുകളും ഷോട്ടുകളും ഇതെന്തായിരിക്കും അർത്ഥമാക്കിയിട്ടുണ്ടാവുക, പലതരം വ്യാഖ്യാനങ്ങൾ വരുന്നു. ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെയൊക്കെ തലത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ലിജോയുടെ ചിന്തകൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ചില സിനിമ ഇപ്പോൾ ഈ ഡബിൾ ബാരലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പക്ക കോമിക് സ്വഭാവമുള്ള ഗ്രാഫിക് നോവൽ മാതിരിയുള്ള ചുരുളിയെടുത്താലും വേറൊരു ലോകത്ത് നടക്കുന്ന ആമേനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആമേൻ്റെയൊക്കെ കാലത്തെ അതിനകത്ത് കൃത്യം ഫാൻറ്റസി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വേറെ ദേശത്ത് നടക്കുന്ന വേറെ കാലത്ത് നടക്കുന്ന ഒരു കഥ എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ അത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഡിസ്കഷനും ആ സിനിമ രൂപപ്പെട്ട പശ്ചാത്തലവും ഒക്കെ ഒന്ന് പറയുമോ? ആമേൻ്റെ ഒരു ആദ്യ തുടക്കം ലിജോയുടെ നാട്ടിൽ ഒരു പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് ഇതേപോലെ റൂഡായിട്ടുള്ള ഒരാളാണ്. ഒറ്റപ്ലാക്കൻ, ഫാദർ ഒറ്റപ്ലാക്കൻ. അയാൾ പോലെ തന്നെ റൂഡായിട്ടുള്ള ആൾ. സംഗീതത്തിനൊക്കെ എതിരാണ്, പ്രേമത്തിനെതിരാണ്, മൊത്തം അരകൻ്റായിട്ടുള്ളൊരു കക്ഷിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റാൻ, ആ പള്ളിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒപ്പുശേഖരണം നടത്തി ബിഷപ്പ് ഹൗസിലേക്ക് അയച്ചു എന്നാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അദ്ദേഹം പള്ളി പുതുക്കി പണിയാൻ തീരുമാനിക്കുന്നു. പള്ളി പുതുക്കി പണിയാൻ തീരുമാനിക്കുമ്പോൾ ഒരു 15 വർഷം കൂടി ഒരു ഫാദറിന് അവിടെ ഇരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതാണ് ആമേൻ്റെ ഒരു തുടക്കം പറയുന്നത്. പിന്നെ നമ്മൾ ചർച്ചയിലും എഴുത്തിലൊക്കെ ഡെവലപ്പായതാണ് ആമേൻ. ആമേൻ്റെ ഇപ്പം നമ്മൾ കണ്ട ഫോമൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ബാൻഡ് സംഘമായാലും പിന്നെ സോളമനും ശോശൻ്റെയും ആയാലും അവരുടെ പ്രേമമായാലും ബാക്കിയെല്ലാം ആമേനിൽ വന്നിട്ടുള്ള എല്ലാ ഘടകങ്ങളും പിന്നീട് ഉണ്ടായതാണ്. ഈ ഫാൻറ്റസി ലോകം ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പൊ സിനിമ പക്ക റിയലായിട്ട് കാണണമെന്നും റിയാലിറ്റിയും ഇതും തമ്മിൽ സിനിമാറ്റിക് ആവാതെ റിയലായിട്ട് പോകുന്ന അങ്ങനെയൊക്കെ പലതരം സിനിമ മേക്കിംഗ് ഉണ്ടല്ലോ. ലിജോയും റഫീഖും ഒക്കെ ഈ ലോകത്തില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. അതെന്തുകൊണ്ട് ഇതിൽ നിന്നുള്ള എസ്കേപ്പിസമാണോ? ഉറപ്പായിട്ടും അല്ല. നമ്മൾ നിലവിലുള്ള ഒരു സാധനത്തിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉള്ളതാണ് ഒരു വാസ്തവം. അപ്പം ആമേൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുത്തുന്നത് അതാണ് കല. ആർട്ട് എന്ന് പറയുന്ന സാധനം അതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ അതേ പാർത്തലൊന്നും അല്ല ആർട്ട്. ഒരു പുതിയ സാധനം ഉണ്ടാക്കൽ തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് പക്ക ഒരു ഫാൻറ്റസി തന്നെയാണല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലേക്കാണല്ലോ സിനിമ എൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ലിജോന്റെ മൊത്തം രീതികളിലെ ഈ ഫാൻറ്റസി വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഫാൻറ്റസി ഉണ്ട്. ഫാൻറ്റസി ഇപ്പോൾ പക്ക റിയലായിട്ട് എടുത്ത സിനിമ ആണ് ഇമയോ. അതിലും ഉണ്ടല്ലോ ഫാൻറ്റസി. ഫാൻറ്റസി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പൊതുവായിട്ടുള്ളത് തന്നെയാണ്. എനിക്കുമുണ്ട്. നമ്മൾ കഥ എഴുതുമ്പോഴും അങ്ങനെ ഒരു അതീന്ദ്രിയ തലത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഇതിനോട് അത് സിങ്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇതിന്റെ പുറത്ത് നിൽക്കുന്നൊന്നും നമ്മൾ അലോ ചെയ്യില്ല. അതല്ലാതെ ഇതിനോട് സിങ്ക് ചെയ്യുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അത്. അതൊരു അങ്ങനെ സിമിലർ ആയിട്ടുള്ള ചിന്തകളുണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിനകത്തെ പാട്ടുകളും റഫീഖ് തന്നെയാണ്. ആമേനകത്തെ പാട്ടുകളും ഒറ്റ സോങ് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു, ഈ സോളമനും ശോശന്റെയും എന്നുള്ള പാട്ട്. ആ പാട്ടൊന്ന് പാടാവോ? ആ പാട്ടുണ്ടായ കാര്യം ആദ്യം പറയാം. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ട്യൂൺ കിട്ടിയിട്ട് ഞാൻ അതിനൊരു ട്യൂണാണ് ആദ്യം ഉണ്ടാക്കിയത്. അതിൻ്റെ ട്യൂൺ നമ്മുടെ പ്രശാന്ത് പിള്ള അയച്ച ട്യൂണ് തും ആയേഗ നാ ഹം സഫൽ എന്ന് പറഞ്ഞിട്ടൊരു ട്യൂണാണ്. അപ്പോൾ കുറച്ച് ദിവസം ഈ ട്യൂൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട് നമ്മുടെ ഇടയിൽ. അതിൻ്റെ ഇടയിൽ സ്ക്രിപ്റ്റ് എഴുത്ത് നടക്കുന്നുണ്ട്. ഞങ്ങൾ ആലപ്പുഴയിൽ ഇരിക്കുന്നു. വലർ ശരത്ചന്ദ്രവർമ്മ പാട്ട് എഴുതാൻ വേണ്ടി വന്നു. കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്നു. അദ്ദേഹത്തിന് വേറെ അസൗകര്യങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. അതിനിടയിലാണ് ഈ പാട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പാട്ട് എഴുതിയിട്ടുണ്ട്. അത് സിനിമയ്ക്കല്ല, ലളിതഗാനം അല്ലെങ്കിൽ മ്യൂസിക് ആൽബങ്ങൾക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിലൊക്കെ ഒന്ന് എഴുതി നോക്കിയതാണ്. ഈ സോളമനും ശോശന്നയും കണ്ടുമുട്ടി പണ്ടേ മാമോദീസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ കണ്ണ് കൊണ്ടും
ഉള്ളു കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ. ആദ്യം ആ 4 വരിയാണ് എഴുതിയത്. അപ്പോൾ അതിങ്ങനെ പാടി എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോഴും ഡെമ്മിയാണ് അത്. ഞങ്ങൾ പിന്നെ ഞാൻ തന്നെയാണ് കാവാലത്തിനെ സജസ്റ്റ് ചെയ്യണത്. കാവാലം നാരായണ പണിക്കര, അദ്ദേഹം കുട്ടനാട്ടുകാരനാണ്. നമ്മൾ ഇത് ഷൂട്ട് ചെയ്യണത് കുട്ടനാട്ടിലാണ്. അവിടുത്തെ ആളുകളുടെ സ്ലാങ്ങാണ് ഉപയോഗിക്കുന്നത്. കഥാപശ്ചാത്തലമൊക്കെ അതിൻ്റെ ആംബിയൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കവാലം ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല അദ്ദേഹം നമ്മളെക്കാളും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ചെറുപ്പക്കാരെ പോലെ നമ്മളെക്കാളൊക്കെ ആരോഗ്യവാനായിട്ടുള്ള ആളാണ്. ആ സിനിമയുടെ മൊത്തം കൂടെ പുള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. വളരെ സൗമ്യനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ 1 മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം വന്നു. 1 മണിക്കൂറിനുള്ളിൽ ആത്മാവിൻ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ആ പാട്ട് എഴുതി. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ സിറ്റുവേഷൻ ഭയങ്കര രസമാണല്ലോ, ഇവരുടെ രണ്ടുപേരുടെയും രാത്രി യാത്രകള്. പിന്നെ BGM ഭയങ്കര കുറവായി പാട്ടിനകത്ത് അല്ലേ? അതെങ്ങനെയാണ് അതിന്റെ ഒരു കോമ്പോസിഷൻ ഒക്കെ നടന്നിട്ടുള്ളത്? അതിനത്ര മ്യൂസിക് BGM മതിയെന്ന് തീരുമാനിക്കപ്പെടുകയാണ്. ആ പാട്ടിന് അത്ര BGM മതിയല്ലോ. അതിന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ഒഴുക്കതാണല്ലോ. അവരുടെ പ്രേമം പറയാൻ പിന്നെ BGM-നേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് ഇതിലെ ലിറിക്സ് ആണ്. സോളമൻ ചോദിച്ച കഥ പറയണത് ഒരു മുഴുവൻ കഥയുണ്ടല്ലോ അതിനകത്ത്. അതെ, അത് ടെല്ലിംഗ് ആണ്. ആ സിനിമയുടെ ടെല്ലിംഗ് ആണ് അത്. അപ്പൊ പിന്നെ അതിന് അത്ര BGM മതി എന്ന് തീരുമാനിച്ചതാണ്. ഇപ്പൊ മലൈക്കോട്ടെ വാലിബനിലും അങ്ങനെ ഒരു സോങ് ഉണ്ട്. ഏതാണ്ട് സിമിലർ. അതിന്റെ ട്രെയിലർ ഒക്കെ ഇറങ്ങിയ സമയത്ത് മലൈക്കോട്ടെ വാലിബനിലെ സോങ്ങിലും ഒരു പഴയ മൂഡ് വരിക, അത് കിട്ടുക. ആ പ്രേമത്തിന്റെ ഒരു എന്താ തെളിച്ചം എന്നൊക്കെ പറയണ രീതിയിൽ. ഇതിനകത്തൊരു ക്രിസ്ത്യൻ പശ്ചാത്തലമാണല്ലോ ഉള്ളത്. ആ മെയിനകത്ത് കൃത്യമായിട്ട് ക്രിസ്ത്യൻ പശ്ചാത്തലം. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന വാക്ക്, അതിന്റെ കൾച്ചർ, അതിന്റെ വേഷം, ഭാഷയൊക്കെ അത്തരത്തിലും കൂടിയിട്ടുള്ളതാണ്. അത് ലിജുവായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഉണ്ടാക്കിയെടുത്തതാണോ അതോ അത്തരം സംഗതികളൊക്കെ ആയിട്ട് ഫെമിലിയർ ആയിരുന്നോ? അല്ല, ഞാൻ എൻ്റെ അടുത്ത് നായകൻ സിനിമ കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നായകൻ കഥകളി ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പല ആൾക്കാരും ചോദിച്ച ചോദ്യം, നിങ്ങൾ ഒരു മുസ്ലിം അല്ലേ, എങ്ങനെ ഈ കഥകളി ഇങ്ങനെ എഴുതാൻ പറ്റി? 2, ഞാൻ ആമയം കഴിഞ്ഞിട്ട് ഒരു രാത്രി എനിക്ക് US ഒരു കോൾ വരുന്നു പാതിരയ്ക്ക്. അപ്പം അദ്ദേഹം ഈ പിന്നെ സോളമൻ ശോശനെയും അദ്ദേഹം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ആ പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അപ്പം അയാൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഒരു മുസ്ലിം ആണല്ലോ, എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ സാധനങ്ങൾ ഇത്ര ഭംഗിയായിട്ട് എഴുതാൻ കഴിയുന്നത്? സത്യത്തിൽ എനിക്കും അറിയില്ല അത്. പക്ഷെ ആ ചോദ്യം ഒരു റോങ് ചോദ്യമാണെന്ന് എനിക്കിപ്പോഴും അറിയാം. മുസ്ലിം ആയതുകൊണ്ട് എന്നുള്ളതാ? അതെ, ആക്ച്വലി ഞാനൊരു മലയാളിയാണ്, കേരളീയനാണ്. ഞാൻ കൂടിക്കലർന്ന് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. സമൂഹം എല്ലാത്തരം കൾച്ചറിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. എവിടെ താമസിച്ചാലും അത് സംഭവിക്കും. ഉറപ്പായിട്ടും. എനിക്കൊരു ക്രിസ്ത്യൻ സുഹൃത്തുണ്ടാവും, ഒരു ക്രിസ്ത്യൻ കുടുംബമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടാവും, ഉറപ്പായിട്ടും. ഒരു ക്രിസ്ത്യൻ കാമുകി ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ക്രിസ്ത്യൻ പ്രണയങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രേമങ്ങളൊക്കെ സാക്ഷിയാണ് ഞാൻ. പിന്നെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ബൈബിൾ വായിക്കാൻ പാടില്ല എന്നില്ലല്ലോ, അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങൾ വായിക്കാൻ പാടില്ല എന്നില്ല. അപ്പം ആക്ച്വലി ഞാൻ ഒരു മലയാളിയാണ്, കേരളീയനാണ്. അപ്പം ഞാൻ അതിന് എൻ്റെ വായനയുടെ ഒരു തലവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരോട് അതിന് മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ പാട്ടെഴുത്ത് പറഞ്ഞില്ലേ, ഈ സിനിമ പാട്ട് എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആൽബങ്ങളിലും ലളിതഗാനങ്ങളിലും ഒക്കെ റഫീഖ് ചെയ്തിട്ടുണ്ട്. പലതും ഹിറ്റുകളായിരുന്നു. അക്കാലത്തെ ലളിതഗാനം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ സ്ഥിരമായി പാടിക്കൊണ്ടിരുന്നിരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ റഫീഖാണ് എഴുതിയതെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഈ നീലരാവിൽ എന്ന് പറയുന്ന ഒരു പാട്ട് അന്ന് ആ കാലത്തെ എല്ലാ യുവജനോത്സവങ്ങളിലും മിക്കവാറും കേട്ടുകൊണ്ടിരുന്നിരുന്ന ഒരു പാട്ട്, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ജില്ലക്ക് പങ്കെടുക്കാൻ വെറുതെ ചുമ കാണാൻ പോയിട്ട് ഞാൻ ഇപ്രാവശ്യം
കുറേ കുട്ടികൾ ഇത് പാടുന്നു ഞാൻ കേട്ടു. ഇപ്പോഴും പാടുന്നുണ്ട്. ഉണ്ട്. അവരോട് പറഞ്ഞോ ഞാൻ എഴുതിയില്ല? ഇല്ല. ആ പാട്ട് എഴുതാണ്ടായ അത് ഏത് പ്രായത്തിൽ എഴുതിയതാ? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ജസ്റ്റ് പിന്നെ ഫൈനൽ ഇയർ ആണ് ഞാൻ, ഡിഗ്രി. അപ്പൊ എന്റെ സുഹൃത്തുണ്ട് ഒരു നാട്ടിൽ തന്നെയുള്ള ഷമീർ യൂസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വളരെ നല്ലൊരു മ്യൂസീഷ്യനാണ്. അങ്ങനെ ഒരു മുഖ്യധാരയിലേക്കൊന്നും വരാൻ ഇഷ്ടമില്ലാത്ത ഒരാള്. അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടുകളൊക്കെ ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴും ഷമീറിന്റെ അടുത്ത് പറയും, നീ ആ സമയം തൊട്ട് ഇതിനെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ എവിടെയോ എത്തുമായിരുന്നു, വലിയൊരു മ്യൂസീഷ്യനായ നീ. ഇപ്പൊ എന്താ ചെയ്യുന്ന പുള്ളി? അദ്ദേഹം അവിടെ ഒരു പിന്നെ കണക്കപ്പള്ളിയാണ്, ഒരു പള്ളിയില്. അത് ശരി. പാട്ടൊന്നുമില്ല ഇപ്പോ? പാട്ടൊക്കെ ഉണ്ട്. ഭയങ്കര പിന്നെ എന്താണ്, ഭക്തനാണ്. ഈ പാട്ടില്ലേ, ഈ ഹിറ്റായ പാട്ട്, അതൊന്ന് പാടുവോ? നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലേഖ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് താരകസുന്ദരി നിന്നു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ല തൻ മൊട്ടു വിടർന്നു, പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ല തൻ മൊട്ടു വിടർന്നു, കാറ്റുകൾ കൈകളിൽ എന്തിയ പൂമണം കാവുകൾ നീളെ പടർന്നു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു, കളകള നൂപുര മുഖരിത പുളിനങ്ങൾ ലാസ്യമദാലസമാടി, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മലയാളിയാണെന്ന് നേരത്തെ പറഞ്ഞത് തെളിയിക്കുന്ന ഒരു പാട്ടും കൂടിയാന്ന് തോന്നുന്നു. ഗസലും കാവും കായലും ഒക്കെ ഒറ്റ പാട്ടിൽ തന്നെ ഉണ്ട്. എഴുത്തിലേക്ക് വരുമ്പോൾ റഫീഖിന് തിരക്കഥാകൃത്ത്, പാട്ടെഴുത്തിനപ്പുറത്ത് കഥാകൃത്ത് എന്നുള്ള രീതിയിൽ കൃത്യമായ ഐഡൻറ്റിറ്റിയുള്ള, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള, നിരവധി കഥകൾ, ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള കഥകൾ എഴുതിയിട്ടുള്ള ഒരാൾ കൂടിയിട്ടാണ് റഫീഖ്. റഫീഖിൻ്റെ കഥകളിൽ മുഴുവനും കൃത്യമായ രാഷ്ട്രീയം നിഴലിക്കുന്നുണ്ടെന്ന് അത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യവും കൂടിയിട്ടാണ്. വളരെ ലേറ്റായിട്ട് കഥയെഴുത്തിലേക്ക് വന്നൊരാളും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഥയെഴുത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്താണ്? എഴുതാറുണ്ടായിരുന്നു. അതിന് കഥയായിട്ടൊക്കെ എഴുതി തുടങ്ങിയതൊക്കെ പിന്നീടാണ്. ഞാൻ ആദ്യം ഏകാംഗ നാടകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ സ്കൂൾ കാലത്തൊക്കെ ഞാൻ ഏകാംഗ നാടകങ്ങൾ എഴുതുന്നുണ്ട്. ഞാൻ നാട്ടിൽ കളിക്കുന്നുണ്ട്, സ്കൂളുകളിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അന്നൊക്കെ ഒരു വരുമാന മാർഗം കൂടിയാണ് അത്. ചെറിയ പൈസ കിട്ടും, അതൊക്കെ വലിയ കാര്യങ്ങളാണ് അന്ന്. പലപ്പോഴും കിട്ടൂല. പിന്നെ നാടകക്കാരുടെ ഒരു കേന്ദ്രമാണ് എൻ്റെ നാട്, കൊടുങ്ങല്ലൂര്. അതെ, എറിയാട്. ഒരുപാട് നാടകക്കാർ. ഒരു സ്കൂളിൽ കൊടുങ്ങല്ലൂര് മൊത്തം ഒരു കലാകേന്ദ്രവും കൂടിയാണല്ലോ. അതെ അതെ, ഉറപ്പായിട്ടും. സ്കൂളിൽ ഞങ്ങൾ മത്സരിച്ചാണ്, നാടകക്കാരുടെ മത്സരമാണ് സ്കൂളിൽ നടക്കുക, കുട്ടികളുടെ മത്സരമല്ല നടക്കുക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്
12-13 നാടകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പല പല സ്കൂളായിട്ട് അല്ല, എൻ്റെ സ്കൂളിൽ തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഞാനുണ്ടാവും ഈ നാടകം കാണാൻ. ഈ 13 നാടകങ്ങൾ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ. അന്നത്തെ ഞങ്ങളുടെ പ്രാദേശിക സംവിധായകരാണ് ഇതൊക്കെ ചെയ്യണത്. പുറത്തുനിന്ന് വന്നിട്ട് അവിടെ തന്നെയുള്ള എറിയാട്, അഴീക്കോട് ഭാഗങ്ങളിലുള്ള, എറിയാട് പഞ്ചായത്ത് ആ ഭാഗങ്ങളിലുള്ള പ്രാദേശിക സംവിധായകരാണ്. അന്നത്തെ VIP-കളാണ് ഞങ്ങളുടെ. എന്റെയൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ് അവര്. പതുക്കെ പതുക്കെ ഞാനും നാടകങ്ങളൊക്കെ എഴുതി തുടങ്ങി. ഇന്നൊന്നും അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഏതൊക്കെ തരം നാടകങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളതെന്നൊന്നും ഓർമ്മയൊന്നുമില്ല എനിക്ക്. ഒന്ന് ഞാൻ എഴുതിയതൊന്നും ഞാൻ സൂക്ഷിക്കുന്ന ആളല്ല. എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ഒരു മരിച്ചുപോയൊരു സുഹൃത്ത് ലിബീഷ് എന്നാണ് അവൻ്റെ പേര്. അകാലത്ത് മരിച്ചുപോയി. അവനാണ് എൻ്റെ നാടകങ്ങളുടെ കൈയെഴുത്ത് പ്രതി മുഴുവൻ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ തുടക്കം. സത്യത്തിൽ ഈ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ക്ലബ്ബുകളിലൊക്കെ പാട്ട് പാടിയിട്ടൊക്കെയാണ് തുടക്കം. പാട്ടെന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, നിലവിളിയാണ് ശരിക്കും. പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിശയോക്തിയാവും. അപ്പോൾ അങ്ങനെയാണ് തുടക്കം. പിന്നീട് അത് നാടകത്തിലേക്ക് മാറി നാടകങ്ങൾ ചെയ്തു തുടങ്ങി. അമേച്ചർ നാടകങ്ങൾ ആളുകളെ വിളിക്കാൻ തുടങ്ങി. ക്ലബ്ബുകൾ അങ്ങനെയാണോ? പലരും വിളിച്ചിട്ടുണ്ട്. നാടകം എഴുതാനും ചെയ്യാനും ഒക്കെ ആയിട്ട് സംവിധാനം ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ പതുക്കെ പ്രൊഫഷണൽ നാടകം. പിന്നത്തെ ആഗ്രഹം എന്താ വെച്ചാൽ പ്രൊഫഷണൽ നാടകം എഴുതിയിട്ട് സംസ്ഥാന അവാർഡ് മേടിക്കണമെന്നാണ് പിന്നെ ഒരാഗ്രഹം. അത് പ്രൊഫഷണൽ നാടകങ്ങളുടെ കാലവും കൂടിയാണല്ലോ അല്ലേ? അപ്പൊ എന്റെ നാട്ടിൽ തന്നെ വലിയ നാടകകൃത്തുക്കളൊക്കെ ഉണ്ട്. ദിനേശ് പള്ളത്തിനെ പോലത്തെ നാടകകൃത്ത്. അപ്പോൾ ഇവരുടെ നാടകമൊക്കെ ഞാൻ പോയി ബെന്നി പി നായരമ്പലത്തിന്റെ നാടകങ്ങള്, അങ്ങനെ അന്നത്തെ പ്രമുഖ സമിതികളുടെ നാടകങ്ങളൊക്കെ ദൂരത്ത് സൈക്കിൾ ചവിട്ടി പോയി കാണും. ഒരുപാട് ദൂരെ. രാത്രി വീട്ടിൽ വരുമ്പോൾ അതിന്റെ തല്ല് വേറെ ഉണ്ടാവും, അടി വേറെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. സിനിമയുണ്ട് അതിൻ്റെ ഇടയിൽ, സിനിമ കാണലും ഉണ്ട്. വളരെ കുട്ടിയായിരിക്കുമ്പോ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ സാഹസമൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് പലതിനെ മറികടക്കുന്ന ഒരു സാധനമായിരുന്നു ഈ കല. എൻ്റെ ഉള്ളിലുള്ള കല, പാട്ടായാലും ഈ കുഞ്ഞു കുഞ്ഞു എഴുത്തുകളായാലും ഒക്കെ പല വ്യസനങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള. സിനിമയിൽ വന്നതിന് ശേഷമാണോ കഥ? അല്ല, അതിന് മുമ്പ് എഴുതുന്നുണ്ടല്ലോ. കഥ എഴുതുന്നത് ഞാൻ 2004 ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു മാഗസിൻ നടത്തുന്നുണ്ട്, ഭാഷ്യം എന്ന് പറഞ്ഞിട്ട്. സ്വന്തം മാഗസിൻ? സ്വന്തമല്ല, ഒരു കമ്പനി. അവിടെ ഒരു കമ്പനിയോട് ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു മാഗസിൻ കൂടി വേണം. അപ്പൊ ഞാനാണ് അതിന്റെ ചുമതലക്കാരൻ, പത്രാധിപർ. അതെ. അന്ന് റഫീഖ് മാടവന എന്നാണ് പേര് വെച്ചിരുന്നത്. എന്റെ പിന്നെ നേറ്റീവ് പ്ലേസ് പിന്നെ മാടവന എന്ന് പറഞ്ഞ സ്ഥലമാണ്. മാടവന മുഹിദ്ദീൻ ജുമാ മസ്ജിദ് എന്നാണ് ഞങ്ങളുടെ അവിടുത്തെ പള്ളി അറിയപ്പെടുന്നത്. മാടവന എന്നായിരുന്നു. ഈ മാഗസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലെല്ലാം ഞാൻ തന്നെ എഴുതണം. മാറ്റർ കംപ്ലീറ്റോ? അതെ, ലേഖനങ്ങൾ ഞാൻ എഴുതണം. ഒരിക്കലും കഥ എഴുതി കള്ളപ്പേരില്. ഈ കഥ എങ്ങനെയായിട്ട് വായിക്കപ്പെട്ടു. അതാണോ ആദ്യത്തെ കഥ? അതെ. അത് ശരി. ഓക്കെ. ജമീലത്താത്ത എന്നാണ് കഥയുടെ പേര്. ആ കഥ ഇപ്പോഴും ആ മാഗസിനിലുണ്ട്. അതിന് കഥാകൃത്തിന്റെ പേര് സൂര്യൻ എന്നായിരുന്നു. അപ്പൊ ഈ സൂര്യൻ ആരാണെന്നുള്ള എൻക്വയറീസ് വന്നു തുടങ്ങി. ഓഫീസിലോട്ട് തന്നെ കോള് വന്ന് ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്യണത്. ഈ സൂര്യൻ ആരാണെന്ന് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് അതെവിടെ ഇല്ലാന്നൊക്കെ ഞാൻ തന്നെ പറയും. അപ്പൊ എനിക്ക് തോന്നി കഥ കൊള്ളാൻ എനിക്ക് കഥ പറയാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഈ ഭാഷയൊക്കെ കെട്ടിപ്പൂട്ടി. എത്ര കാലം ഉണ്ടായിരുന്നു അത്? ഏതാണ്ട് 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. വീക്കിലി ആയിരുന്നു അതോ മന്ത്ലി? മന്ത്ലി 4 മാസം കൂടുമ്പോൾ 5 മാസം കൂടുമ്പോൾ ഇറങ്ങുള്ളൂ. മിക്കവാറും അങ്ങനെയായിരുന്നു. എത്ര പേജായിരുന്നു? വീക്കിലി ഫോർമാറ്റിലായിരുന്നോ? അതെ. എന്റെ മാതൃകകള് പിന്നെ അന്നത്തെ മുഖ്യധാര മാഗസീനുകളാണ്. മാതൃഭൂമി. നിങ്ങളൊക്കെ ചെയ്തിരുന്ന സാധനങ്ങളാണ് പലതും. അതിൽ നിന്ന് ഈ ഫോട്ടോസൊക്കെ ഞാൻ അതിൽ നിന്നാണ് പലതും അടിച്ചു മാറ്റി ഇതിൽ വെക്കുക. അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരിക്കല്. ഇത് കഴിഞ്ഞ മാർക്കറ്റിംഗ് എങ്ങനെയാ? അവിടുത്തെ ബുക്ക് സ്റ്റോളുകളിൽ വെക്കും. നമ്മൾ വ്യക്തികൾക്ക് പോസ്റ്റൽ വഴി കൊടുക്കും, അല്ലാതെ കൊണ്ടുകൊടുക്കും. ചെറിയ പൈസയാണ് അതിന്. 10 രൂപ 15 രൂപ മറ്റോ
ഈ പൈസ കൊണ്ടൊന്നും ഇത് അടിക്കാൻ പറ്റില്ല, അല്ലാണ്ട് ഫണ്ട് വരണം. ഓക്കെ. അതുകൊണ്ടാണ് അത് നിന്ന് പോയത്. ആളുകൾക്കൊക്കെ ഇഷ്ടമായിരുന്നു ആ സാധനം. അന്ന് ഞാൻ ഒരുപാട് കണ്ടന്റുകൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. MT വാസുദേവൻ നായർ അടക്കം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. കോവിലൻ വന്നിട്ടുണ്ട്, KGS വന്നിട്ടുണ്ട്, കുറെ ആൾക്കാർ. ഞാൻ തന്നെ നടന്ന് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കെട്ടിപ്പൂട്ടിയതിന് ശേഷം എനിക്ക് ഗ്രീൻ ബുക്സിൽ പണി കിട്ടി. തൃശ്ശൂർ കൃഷ്ണദാസ് സാറിൻ്റെ ഗ്രീൻ ബുക്സ്, അവിടെ എഡിറ്ററായിട്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭാഷാഭൂഷണിയുടെ ഒരു പരസ്യം കാണുന്നു, ചെറുകഥ മത്സരം. ഞാൻ ആലോചിച്ചൊരു ചെറുകഥ എഴുതി അയച്ചാലോ ആണ്. അങ്ങനെ ഇപ്പം ചെറുകഥ എഴുതുമ്പോൾ നമ്മൾ പിന്നെ കൃത്യമായിട്ട് അത് DTP ചെയ്തോ അതിൻ്റെ ഒരു കൃത്യതയോടുകൂടി അയക്കണം എന്നൊക്കെ നമ്മൾ അത് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ എഴുതുന്നു, ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞിട്ട് കഥ എഴുതുന്നു, അയക്കുന്നു. മറന്നുപോയി. എനിക്കറിയാം, ഞാൻ വിചാരിക്കണത് നമുക്കൊന്നും കിട്ടില്ല. ചുമ്മാ ഒരു ദിവസം വൈകുന്നേരം വീട്ടിലോട്ടുള്ള ബസ്സിലിരിക്കുമ്പോൾ എന്നെ KC നാരായണൻ വിളിക്കുന്നു. താങ്കൾക്ക് ഭാഷാഭൂഷണിയുടെ സമ്മാനമുണ്ട്. താങ്കളുടെ കഥ 1ാം സ്ഥാനമല്ല, 3ാം സ്ഥാനമാണ്. കുഴപ്പമില്ല, എൻ്റെ 2ാമത്തെ കഥയാണത്. അങ്ങനെയാണ് ഞാൻ കഥാകൃത്താവുന്നത്. പിന്നെ അത് PS റഫീഖ് എന്നുള്ള പേര് തന്നെ. ഉറപ്പായിട്ടും PS റഫീഖ് എന്നുള്ള പേര് അയച്ചു. പിന്നെ അതിനൊരു ആകർഷണം കൂടിയുണ്ട്. 15,000 രൂപയായിരുന്നു സമ്മാന പ്രൈസ്. അന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുമല്ലോ എന്നും കൂടി ഉള്ള ആലോചനയുണ്ട് അതിനകത്ത്. പക്ഷെ കുട്ടിക്ക് 1.5 വയസ്സായി പിന്നെയാണ് എനിക്ക് അതിൻ്റെ സമ്മാനത്തുക കിട്ടിയത്. അത് വേറെ കാര്യം. അങ്ങനെയാണ് ആദ്യം കഥ എഴുതുന്നത്. അപ്പോൾ കോൺഫിഡൻസ് ആയി. പിന്നെ ഗുജറാത്ത് എഴുതി കമൽറാം സജീവിന് അയക്കുന്നു, മാതൃഭൂമിയിലേക്ക്. അതെ, അടുത്ത ആഴ്ച അടിച്ചു വരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ കുറേ കഥകൾ. ആ പ്രായത്തിൽ കഥ എഴുതി തുടങ്ങുന്ന സമയത്തെ, അതായത് കഥ എഴുതി ശീലമുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ളത്. അതായത് വളരെ ചെറുപ്പത്തിലെ തന്നെ കഥ സാഹിത്യ രംഗത്തേക്ക് വരികയും ഒക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ അതിൻ്റെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു സാഹിത്യ രംഗത്ത് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു പരിപാടിയാണോ? പ്രത്യേകിച്ച് വലിയ മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ കൂടെ ഒരു കാലത്ത് നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും അത് എളുപ്പമല്ലെന്നും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ കഥയൊന്നും ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എൻ്റെ കഥകൾ വായിക്കപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കഥകൾ അടിച്ചു വരാറുണ്ട്. ഞാൻ എഴുതിയ കഥകൾ, അയച്ച കഥകളൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കഥകൾക്ക് മൂല്യമുണ്ടെന്നാണ് അതിനർത്ഥം. അതിനെ പ്രത്യേക രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. റഫീഖിൻ്റെ തന്നെ പല അനുഭവക്കുറിപ്പുകൾ ഒരുപാട് എഴുതി അതിൻ്റെ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ഭയങ്കര ദാരിദ്ര്യം നിറഞ്ഞ പശ്ചാത്തലം തന്നെയായിരുന്നു എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ആ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ഒക്കെയുള്ള ആ ഒരു പശ്ചാത്തലം നമ്മളുടെ ഒരു എനർജീനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്? സത്യത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതൊരു നഷ്ടകാലമായിട്ടാണ് തോന്നുന്നത്. ഇന്നിപ്പോ നഷ്ടകാലം എന്ന് വെച്ചാൽ എന്തർത്ഥത്തിൽ? എനിക്കിപ്പോ അത് തിരിച്ചു വരണമെന്നാണ് എന്റെ മനസ്സിൽ. ആ ബുദ്ധിമുട്ട് തിരിച്ചു വരണമെന്നല്ല. അന്നത്തെ ജീവിതം, കൂട്ടുജീവിതം ഉണ്ടല്ലോ, അന്നത്തെ സ്നേഹമുണ്ട്, അന്നത്തെ ത്യാഗമുണ്ട്, അതൊക്കെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അന്ന് എൻ്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങൾ കൂടി ജീവിക്കുന്നുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ കാലത്ത് അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സ്നേഹങ്ങളൊക്കെ തിരിച്ചു വരണം. കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ എഴുത്തിലേക്കൊക്കെ ഞാൻ വരുന്നത്. പാട്ട് എഴുത്തായാലും പിന്നെ ഈ പ്രധാനമായിട്ട് നമുക്ക് ഇതിന്റെ ഒക്കെ പിറകിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു സാധനം, സാമ്പത്തികമായിട്ടുള്ള. അങ്ങനെ കിട്ടിയിരുന്നോ? പൊതുവെ നാടകക്കാരെപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടും, അത്രേ ഉള്ളൂ. നമ്മൾ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന സ്വഭാവമുള്ള ആളുകളല്ലെന്ന് തോന്നി പൊതുവെ നാടകക്കാർ. എങ്ങനെയാണോ? അല്ല, കണക്ക് പറഞ്ഞാലും കിട്ടൂല. പിന്നെ ഈ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അത് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങള് എന്നെക്കാൾ കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. എന്നേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവര് പലരും. എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ അവരൊക്കെ എവിടെയോ എത്തിപ്പോയെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാനൊക്കെ തലമേനെ കുറച്ച് അനുഭവിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ ഉണ്ടാകുമ്പോഴത്തേനൊക്കെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസം തരാനൊക്കെ പറ്റിയത്. ആ നാടിന്റെ അന്നത്തെ അവസ്ഥയെ കുറിച്ചിട്ടേ
ഉമ്മ തന്ന പാകിസ്ഥാന്റെ താക്കോൽ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമുണ്ട്. അതിനകത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ദേശത്ത് ഈ അതായത് ഭയങ്കര വലിയ ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലവും കൂടിയിട്ടാണല്ലോ ചേരമാൻ പെരുമാളിന്റെ നാട്. ഒരുപാട് ഹിസ്റ്ററി എന്ന് വെച്ചാൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നാട്, കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പലതരം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വരിച്ചിട്ടുള്ള ഒരു ദേശവും കൂടിയിട്ടാണ്. പിന്നീട് വന്ന് ഈ പറയുന്ന കൂട്ടുജീവിതം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലത്തിൽ അതിന് വലിയ മാറ്റങ്ങൾ പുറം ലോകത്തുള്ളത് മാതിരി തന്നെ സംഭവിച്ചൊരു നാടും കൂടിയിട്ടാണ് കൊടുങ്ങല്ലൂർ. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനകത്തേക്ക് പോലും ഹിന്ദുക്കളല്ലാത്ത ആളുകൾക്ക് കടന്നിരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയുണ്ട്. അവിടുത്തെ ആൽത്തറകൾ മുഴുവൻ, ജനകീയമായിരുന്ന ആൽത്തറകൾ മുഴുവൻ ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോയൊരവസ്ഥയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടിയിട്ട് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ദേശം മാറിയിട്ടുണ്ട്. വർഗീയമായിട്ട് അത് ചെയ്തു തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ലേഖനവും എഴുതിയിട്ടുള്ളത്. അന്നത്തെ നാടും അതിൻ്റെ ഒരു മാറ്റത്തെയും അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് നമ്മൾ പറയുക? ആൽത്തറയിലൊന്നും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും ഇല്ല. ഞങ്ങൾ ഇരിക്കാറുണ്ട്. ഞങ്ങൾ കുറച്ചുപേർ ഇപ്പോഴും ആൽത്തറയിലൊക്കെ ഇരിക്കും. അതൊക്കെ TN ജോയി പോലുള്ള ആളുകൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ധൈര്യമാണ്. TN ജോയി പോലത്തെ ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട്. മുഴുവൻ കൊടുങ്ങല്ലൂരിനെ അങ്ങനെ മുഴുവനായിട്ടും ഒരു ഹിന്ദു സാധനം ഹൈജാക്ക് ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ല കൊടുങ്ങല്ലൂരിനെ. അതായത് അതിന്റെ കൾച്ചർ അതാണ്. ഭരണി എന്ന് പറയുന്ന സാധനമായാലും താലപ്പൊലി ഒക്കെ ആയാലും ഇപ്പം അവരെത്രമാത്രം അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, എത്രമാത്രം ഞങ്ങൾ ഹിന്ദുത്വയോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഭയങ്കര കലർപ്പുള്ള സ്ഥലമാണ് അത്. അറിയാലോ, കൊടുങ്ങല്ലൂരിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഭയമൊന്നുമില്ല. അവരുടേതായിട്ടുള്ള ഇപ്പൊ ഒരു അമ്പലം പിടിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് അവരുടെ ഒരു അപ്രമാദിത്വം ചെലുത്തുന്നതിൽ, ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളൊരു ഭീഷണി മുഴക്കുന്നതിൽ, അത് നിലനിർത്തുന്നതിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ അവിടെയുണ്ട്. അത്രേ ഉള്ളൂ. ഒരുപാട് ഇടതുപക്ഷ രാഷ്ട്രീയ പടയോട്ടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂര്. ഈ ഗോപാലകൃഷ്ണ മേനോനെ കുറിച്ചൊക്കെ ഞാൻ പറയണ്ടല്ലോ. ഒരുപാട് വലിയ സഖാക്കളെ കൊളിവിലിരുന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. VK രാജന്റെ സ്ഥലമാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്. സാംസ്കാരിക പ്രവർത്തകർ തന്നെ. K വേണു ഉണ്ട്. സച്ചി മാഷ് അവിടെയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്, റിയാട്ടുകാരൻ. ഒരുപാട് സിനിമാക്കാരും നിങ്ങളുടെ ഉണ്ട്. കമൽ സാർ അവിടെയാണ്. ബഹദൂർ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ അവിടെയായിരുന്നു. സുധീർ അവിടെയായിരുന്നു. കുറെ പേരുണ്ട്. അപ്പൊ കൊടുങ്ങല്ലൂരിനെ അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആളുകളുടെ മനസ്സിൽ എങ്ങനെ ഒരു വിഷം ഇടുക, അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുജീവിതം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കൂടിക്കലർന്ന് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ ഒരു മുസ്ലിമിനെ ഒഴിവാക്കിയിട്ട് ഒരു ഹിന്ദുവിന് ജീവിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിനെ ഒഴിവാക്കിയിട്ട് വേറൊരു സമുദായക്കാരന് ജീവിക്കാനൊന്നും പറ്റില്ല. കേരളത്തിൽ അങ്ങനെ പൊതുവെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മള് നാടകത്തിലേക്കും എഴുത്തിലേക്കൊക്കെ തിരിച്ചു വന്നല്ലേ, ഇത് മറ്റൊരു പ്രൊഫഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ റഫീഖ് എപ്പോഴും നാടകകൃത്തായിട്ടും തിരക്കഥാകൃത്തായിട്ട് ഒക്കെ തന്നെയാണ് നിന്നിരുന്നത്. ഈ കലാജീവിതം തന്നെയാണ് ഒരു പ്രൊഫഷനും കൂടിയിട്ട് അങ്ങനെ തന്നെയാണോ വിചാരിച്ചിരുന്നത്, അതോ എത്തിപ്പെട്ടതാണോ? അല്ല, ഞാൻ കൃത്യമായിട്ട് PSCക്ക് പഠിച്ച് ഒരു ക്ലർക്കാവാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളൊക്കെ തന്നെയാണ്. അത് ശരി. ഞാൻ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ റാങ്ക് ലിസ്റ്റൊക്കെ പോയി. എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു സർക്കാർ ജോലി കിട്ടണമെന്നായിരുന്നു. കാരണം സർക്കാർ ജോലി കിട്ടിയ ഒരു സ്ഥിര വരുമാനം ഉണ്ടല്ലോ. പിന്നെ ഉമ്മയുടെ ബന്ധുക്കളൊക്കെ പലരും സർക്കാർ ജോലിക്കാരാണ്. ഉമ്മയുടെ ഒരു ബ്രദർ ആങ്ങള പട്ടാളക്കാരനായിരുന്നു. അപ്പൊ അത്തരം സൗകര്യങ്ങളൊക്കെ ഉമ്മ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഓരോ ക്ലാസ് ജയിക്കുമ്പോഴും മറ്റാർക്കും ഇല്ലാത്തൊരു സന്തോഷം അവർക്കുണ്ട്. അവരിങ്ങനെ വേലിയുടെ ഏരിയത്ത് പോയി നിന്നിട്ട് അയൽപക്കത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഉറക്ക വിളിച്ചിട്ട് ഞാൻ പാസ്സായി എന്ന് പറയും. അതൊക്കെ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സാകുമ്പോഴൊക്കെ എല്ലാ അർത്ഥത്തിലും. അപ്പം ഞാൻ എന്നെ വേറെ ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ്.
എനിക്ക് ഇതന്നെ പറ്റുള്ളൂ. എനിക്ക് ഒരു കണക്കപ്പിള്ളയായിട്ട് ഒരു സ്ഥലത്ത് നിന്നിരിക്കാനോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനോ ഒന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നത്. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു? 1 വർഷം കഷ്ടി. അതും എഴുതിയിട്ടുണ്ട് അല്ലേ? അവിടുത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ കുറിച്ചും ആ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകത്തിലുണ്ട്. കുറച്ച് ഉണ്ട്. ഒരു പ്രവാസി എന്നൊന്നും പറഞ്ഞ് അവകാശപ്പെടാനുള്ള പ്രവാസമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്നാണ്, തൊട്ടടുത്ത മാസമാണ് ഞാൻ ഗൾഫിന് പോണത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ പിരിഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. സത്യത്തിൽ അതല്ല. ഞാൻ എൻ്റെ ഉമ്മയെ പിരിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഈ നാടകം സജീവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് സിനിമ എന്നുള്ള മീഡിയത്തിനോടുള്ള ആ ഒരു കലാരൂപത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണോ, കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് സിനിമ എന്നതുകൊണ്ടാണോ? രണ്ടുമുണ്ട്. ഇപ്പം ഞാൻ പത്മനാഭൻ സാറിൻ്റെ MTയുടെ ഒക്കെ തിരക്കഥകൾ വായിച്ചിരുന്ന ഒരാളാണ്. സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു തിരക്കഥ എഴുതണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. രണ്ടാമത് സിനിമ സാമ്പത്തികം തരും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇത് രണ്ടുമുണ്ട്. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ. എൻ്റെ ചുറ്റിലും ഒരുപാട് ആൾക്കാർ സിനിമാ പ്രവർത്തകരായിട്ട് കുറേ കാലങ്ങളായിട്ട് സിനിമയുടെ പിറകെ നടക്കുന്ന ഒരുപാട് പേര് കൊടുങ്ങല്ലൂർ തന്നെയുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതിലേക്ക് എത്തിപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. പലരും അഭിനയ മേഖലയാണ്, സഹസംവിധായകരായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഒരു ഓഫർ കിട്ടുകയാണ്. അത് ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു ഓഫർ വന്ന്. ചാലക്കുടിയിൽ ഒരു ഗ്രൂപ്പ് ഒരു സിനിമ ആലോചിക്കുന്നു, അവിടം വരെ വരാമെന്ന് നമ്മുടെ ഒരു ഫോണിലൂടെ മാത്രം പരിചയമുള്ള ഒരാൾ ചോദിക്കുന്നു. പോകുന്നു, കാണുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഞാനൊരു കഥ പറയുന്നു അവരോട്. അതൊന്ന് എഴുതിക്കൊണ്ട് വരാമോ, കുറച്ചൊരു സീനുകളൊന്ന് എഴുതിക്കൊണ്ട് വരാമോ എന്ന് വെച്ച് ഞാൻ അടുത്ത ആഴ്ച ചെന്നിട്ട് അത് കുറച്ച് സീനായിട്ട് എഴുതിക്കൊണ്ട് ചെന്നപ്പോൾ അന്ന് എനിക്ക് അഡ്വാൻസ് കിട്ടി. സിനിമ എഴുതാൻ. അന്നാണ് ഞാൻ ലിജോ ജോസ് പല്ലിശ്ശേരിയെ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹവും ഞാനും ഒരേപോലെ ആ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. ലിജോന്റെ ഫസ്റ്റ് പടമാണോ? അതെ. രണ്ടുപേർക്കും നാടക ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ സാരഥി തിയേറ്റേഴ്സിന്റെ ഉടമയായിരുന്നു. അദ്ദേഹം ഫസക്ക് എന്ന് പറയുന്ന നാടകത്തിന് സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ്. വലിയ നാടക നടനായിരുന്നു. അറിയാം. ഈ കഥാകൃത്ത് എന്നുള്ള ലേബല് ഏതെങ്കിലും തരത്തില് സിനിമയെ സഹായിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും സഹായിച്ചിട്ടുണ്ട്. എന്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി വായിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്? അല്ല, ആദ്യത്തിലേക്ക് വരുന്നത് അല്ല. പിന്നീട് വായിക്കും. പിന്നെ പല പല ഐഡിയാസ് പിന്നീട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടല്ലോ. പിന്നീട് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നത് നമ്മൾ ഇപ്പോൾ റഫീഖിന് ഇത് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം എഴുതാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. കഥകളൊക്കെ വായിച്ചിട്ടാണ്. അങ്ങനെ പലരും വായിച്ചിട്ടുണ്ട്. മലയാള സിനിമാ ലോകത്തൊക്കെ വായിക്കുന്നവർ ഒക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. അത് ഗുണം ചെയ്തിട്ടുണ്ട്. റഫീഖ് ഇതിന്റെ പാരലായിട്ട് തന്നെ പാട്ടെഴുത്തും കൊണ്ടുപോകുന്നുണ്ട്. കുറെ സിനിമകളിൽ 33 പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. 33 പാട്ടുകളുടെ ലിസ്റ്റൊക്കെ M3DBയിൽ ഞാൻ നോക്കിയപ്പോ കണ്ടു. അറിയാമോ? അങ്ങനെയാണ് 33 പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സോളമനും ശോശനയും എന്നുള്ള പാട്ട് അതല്ലാതെ റഫീഖ് ഒരു പാട്ടെഴുത്തുകാരനാണ്. ഇപ്പൊ റഫീഖിന്റെ സിനിമ എന്നറിയപ്പെടുന്നത് പോലെ പാട്ടുകൾ അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? പാട്ടുകൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയതിന്റെ കാരണം എന്തായിരിക്കാം? ഇവിടെ അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു നിയമമുണ്ട്. തിരക്കഥ എഴുതുന്നവൻ തിരക്കഥ തന്നെ എഴുതിയാൽ മതി. കഥ എഴുതുന്നു കവിത എഴുതേണ്ട കാര്യമില്ല. ഒന്നില് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാള് എൻ്റെ പാട്ടുകൾ എന്നെ പലതും റഫീഖ് അഹമ്മദ് എന്നാണ്. അതൊരു പ്രശ്നമുണ്ടല്ലേ എൻ്റെ റഫീഖ് ആയതുകൊണ്ടുള്ള. അപ്പം അദ്ദേഹം അറിഞ്ഞിട്ടുള്ളതല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഗാനം ONVയുടെ പേരിലാണ് കിടക്കുന്നത്. കോന്നിയൂർ ഭാസാണ് അത് എഴുതിയത്. പല പാട്ടുകളും പല ആൾക്കാർ എഴുതിയിട്ടുള്ള പല പാട്ടുകളും പിന്നെ വലിയ ആളുകളുടെ പേരിൽ വരാറുണ്ട്.
അതൊന്നും അറിഞ്ഞുകൊണ്ടുള്ളൊരു സാധനമല്ല. ഇപ്പം എനിക്കിപ്പോൾ ഞാൻ പാട്ടെഴുത്തുകാരനാകാൻ ശ്രമിച്ചിട്ടില്ല. ഒരു സിനിമയിൽ എത്തിപ്പെടുമ്പോൾ നമ്മളിപ്പോൾ തിരക്കഥ എഴുതാൻ വേണ്ടി വിളിച്ചിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുകയാണ് ചെയ്യുക, ഈ പാട്ട് റഫീഖ് എഴുത്. ഇപ്പോൾ തൊട്ടപ്പനിലായാലും ഞാനൊരു പാട്ട് എഴുതിയിട്ടുള്ളൂ. ഞാൻ പാട്ടേ എഴുതുന്നില്ല എന്ന് പറഞ്ഞു നിന്നിരുന്ന ആളാണ് ആ പടത്തിൽ. അവസാനം ഒരു പാട്ട് എഴുതേണ്ടി വന്നു. ഓക്കെ. പാട്ടെഴുത്തുകാരനാവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ്. മലയാളത്തിലെ സിനിമാകാരങ്ങളുടെ ഒരു ഭയങ്കര സമ്പന്നമായ ഒന്നാണ് മലയാള പാട്ടുകൾ എന്ന് പറയുന്നത്. പി ഭാസ്കരനും വയലാറും പിന്നീട് ഇങ്ങോട്ടുള്ള തലമുറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റഫീഖ് അഹമ്മദ് വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ പി ഭാസ്കരൻ കൊടുങ്ങല്ലൂർക്കാരനും കൂടിയിട്ടാണ്. പാട്ട് എഴുതുന്ന സമയത്ത് ഈ ഒരു സമ്പന്നത നമ്മളെ കുഴയ്ക്കാറുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾ എഴുതുന്ന വാക്കുകൾ, പ്രയോഗിക്കുന്ന ഇമേജറികളൊക്കെ മുൻപ് പ്രയോഗിച്ചതാണോ? ഞാൻ റേഡിയോ ആരാധകനായിരുന്നു. ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പം മുതലേ. അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, നമ്മുടെ വീട്ടിലായാലും അയൽവക്കത്തായാലും ഒക്കെ. പിന്നെ സ്കൂളിലോട്ട് ഓടുന്ന സമയത്തായാൽ പോലും ഇങ്ങനെ പാട്ട് കേൾക്കും. പിന്നെ ഇങ്ങനെ ഇടവഴികളിൽ കൂടിയുള്ള സഞ്ചാരമാണ്. അപ്പം ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും സ്കൂളിൽ നിന്ന്. കുറേ ദൂരത്താണ് വീട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉച്ച സമയത്തെ ചലച്ചിത്ര ഗാനങ്ങൾ ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പല പാട്ടുകളും നമ്മുടെ മനസ്സിലുണ്ട്. പുതിയൊരു പാട്ട് എഴുതുമ്പോൾ പുതിയൊരു വാക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഒരു പുതിയ ഇമേജറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കാറുണ്ട്. അതങ്ങനെ തന്നെയാണ്. ഒരു അനുകരണം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് കഥ എഴുതുമ്പോഴും അങ്ങനെയാണ്, പാട്ട് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ പറഞ്ഞ ആളുകളുടെ പാട്ട്, ഇപ്പോൾ പി ഭാസ്കരനായാലും വയലാറായാലും ONVയുടെ പാട്ടുകളായാലും യൂസഫ് അലി കേച്ചേരിൻ്റെ പാട്ടായാലും ശ്രീകുമാരൻ തമ്പി, ആ തലമുറയുടെ പാട്ടുകൾ മുഴുവനും ലിറിക്സായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. ഈ പറഞ്ഞ ഇമേജറീസ് ആയിട്ടും നമ്മുടെ മനസ്സിലുണ്ട്. മ്യൂസിക്കും ഇതും തമ്മിൽ ഭയങ്കര രസകരമായ ബ്ലെൻഡാണ് ഉള്ളത്. അത് കൃത്യമായിട്ട് അന്നത്തെ വോയിസുകൾ ആ രീതിയിൽ തന്നെ അതിനെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ പാട്ടുകളാണ് പാടുക, ആ കാലഘട്ടത്തിലെ പാട്ടാണ് പാടുക. പുതിയ പാട്ടുകളുടെ ഒന്നും ലിറിക്സ് നമുക്ക് ഓർമ്മയില്ല. അത് വ്യത്യസ്തമായ ശബ്ദങ്ങളിൽ കൂടി അത് പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ ഒരു വ്യക്തത, കൃത്യത എന്നൊക്കെ പറയുന്ന സംഗതി, ഈ പറയുന്ന ഇമേജറി, പാട്ടിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ നിന്നും ഈ 2000-ങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ഒരു പാട്ടുകൾ മാറിയിട്ടുള്ളത്? അതല്ലാത്ത പാട്ടുകൾ തീരെ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ പൊതു സ്വഭാവം നമുക്ക് പാട്ടുകളായിട്ട് ഓർത്തിരിക്കുന്നില്ല നമ്മൾ. എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു ഈ സാഹിത്യ ഗുണം ഉണ്ടായിരുന്ന പാട്ടുകളാണ് കൂടുതലും. പ്രതിഭകളായിരുന്നു വളരെ. ഇപ്പോൾ ഭാസ്കര മാഷ് തന്നെ എടുത്തോ, പി ഭാസ്കരൻ ഞാൻ ഒരിക്കലാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഭാഷ്യത്തിന് വേണ്ടിയിട്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ പതുക്കെ മങ്ങി തുടങ്ങുന്നൊരു സമയത്താണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ പി ഭാസ്കരനാണ് ആക്ച്വലി. പിന്നെ മോയിൻകുട്ടി വൈദ്യരൊന്നുമല്ല. അദ്ദേഹം വമ്പെഴും നിന്റെ പുരിക കൊടിയുടെ അമ്പു കൊണ്ടു ഞരമ്പുകൾ തണ്ടൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി കായലരികത്ത് എന്ന് പറയുന്ന പാട്ട്. അങ്ങനെ ഒരുപാട് എല്ലാ തരത്തിലുള്ള പാട്ടുകൾ. ഇപ്പൊ തമ്പി സാറിന്റെ പാട്ടായാലും ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. വയലാറിന്റെ പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ആരാണ് മാറ്റി നിർത്താൻ പറ്റുന്നത്? ആരുമില്ല. ഒരു കാലത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ശേഷിപ്പുകളും കൂടിയാണുള്ളത്. അന്നത്തെ ആ കാലവും പലതരം പിന്നെ സമരമുഖങ്ങൾ, പോർമുഖങ്ങൾ ഇതൊക്കെ തുറന്നിട്ടുള്ള ആൾക്കാരും കൂടിയാണ് ഇവരൊക്കെ. ONV കുറുപ്പ് സാറിൻ്റെ പാട്ടുകൾ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അത് കംപ്ലീറ്റ് പാടാവോ? ഒരു മാത്ര വെറുതെ നനച്ചു പോയി, ഒരു മാത്ര വെറുതെ നനച്ചു പോയി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ
ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്ത് തോർന്ന നേരം, രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർക്കാറ്റിലിള ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയാമൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇപ്പോ സാഹിത്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു ക്ലീഷേ ചോദ്യം തന്നെയാ ഒരു കാലത്ത് എല്ലാവരും സ്ഥിരമായിട്ട് പാട്ടെഴുത്തുകാരോടും മ്യൂസീഷ്യൻസിനോടും ചോദിച്ചിരുന്നത്. അതായത് പാട്ട് മ്യൂസിക് ചെയ്തിട്ട് പാട്ട് എഴുതുമ്പോഴാണോ ഈ പ്രശ്നം സംഭവിക്കണേ? ഒരിക്കലും അല്ല. മ്യൂസിക് ചെയ്തിട്ട് പിന്നെ എഴുതിയ പാട്ടുകൾ ഒരുപാട്, വയലാർ തന്നെ എഴുതിയിട്ടുണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടുകൾ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി മനോഹരമായ ഗാനങ്ങൾ, പിന്നെയും പിന്നെയും, അതൊക്കെ മ്യൂസിക് ചെയ്തിട്ട് വരികൾ എഴുതിയതാണ് അല്ലേ? ഒരിക്കലും അല്ല, ഒരിക്കലും അങ്ങനെയല്ല. പിന്നെന്താണ് ഈ പാട്ടുകൾ, എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി? എനിക്കതിന് കൃത്യമായ ഉത്തരം അറിയില്ല. ഇതിപ്പോ നമ്മുടെ ഒരു തലമുറയ്ക്ക് ആണല്ലോ ഈ അസുഖം ഉള്ളത്. അതിന് സാഹിത്യ ഗുണം വേണം. ഇപ്പുറത്തോട്ട് നോക്കിയാൽ ഇല്ല എന്ന് വേണം എനിക്ക്. അവരുടെ പാട്ടുകളൊക്കെ തന്നെ മറ്റേ അങ്ങനെയൊന്നും വേണ്ട അവർക്ക്. അവർക്കൊരു ഓളം മതി. അതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് പ്രാഥമികമായിട്ട് എനിക്ക് കിട്ടുന്ന അതാണ്. ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല. അതേമാതിരി തന്നെ പ്രാധാന്യമുള്ള മ്യൂസിക്കും കൂടിയായിരുന്നു അന്നത്തെ കാലത്തിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഗായകർക്കും ഗായികമാർക്കും ഒക്കെ ഒപ്പം തന്നെ ഇതൊരു വലിയ രസകരമായ കോംബോ ആയിരുന്നു. ഈ പറഞ്ഞ കാലഘട്ടത്തിന് അതിനെ എൻഹാൻസ് ചെയ്തിട്ടുള്ള മ്യൂസിക്. അതിൽ ഔസേപ്പച്ചൻ്റെ ഒക്കെ കൂടെ റഫീഖും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കാലത്തിലെ മ്യൂസിക്കിനെ കുറിച്ചും കൂടി ഒന്ന് പറയോ? ബാബുക്കയും ഒക്കെ ഉള്ള ആ കാലം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആ മ്യൂസിക്കിൻ്റെ കാലം ഇപ്പോൾ ജി ദേവരാജൻ മാഷ് തുടങ്ങുകയാണെങ്കിൽ, മാഷാണ് നമ്മുടെ വിപ്ലവ ഗാനങ്ങളൊക്കെ കുറേ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ആള്. പുന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ. മാഷാണ് പാടിയത് നാടകത്തില്. പൊന്നരിവാ അങ്ങനൊരു തുടക്കമുണ്ടല്ലോ, ഇത് കൈ കോരിത്തരിക്കും. ഭയങ്കര സാധനമല്ലേ. വയലാർ ആക്ച്വലി ഇതിനു വേണ്ടി എഴുതിയതല്ല ബലികുടീരങ്ങളെ, മറ്റെന്തോ പർപ്പസിന് എഴുതിയതാണ് അത്. ബലികുടീരങ്ങളെ സ്മരണകളിലമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ. നമുക്ക് നമ്മൾ ഉണർത്തുന്ന സാധനങ്ങളാണല്ലോ അനശ്വരമായിട്ടുള്ള. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആയാലും പിന്നെ പാട്ടെഴുത്തുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേപോലത്തെ പ്രതിഭകൾ തന്നെയാണ്. ബാബുക്കാടെ ഭാർഗവി. ഞാൻ കൂടെ കേൾക്കുന്നൊരു പാട്ട്, ഏകാന്തതയുടെ അവാരതീരം, ഏകാന്തതയുടെ അവാരതീരം. ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. ഇതിങ്ങനെ എന്താ കേട്ടോണ്ടിരിക്കണേ, അതീവ ദുഃഖിതനാണല്ലോ എന്നൊക്കെ ചോദിക്കും. അല്ല, ഇതിൻ്റെ ഒരു അനുഭൂതി വേറെയാണ്. എന്താണ്, അനുഭൂതികൾ തൻ ചിറകിൽ നീന്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഇടയിൽ എന്തോ ഗോപുരമണികൾ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്, ഓർമ്മയുണ്ട്. ഭാർഗവിക്കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നൂറ്റാണ്ടുകളുടെ
ഗോപുരമണികൾ വീണു തകർന്നൊരി തെരുവീതികളിൽ. അപ്പോൾ ഭാർഗവിക്കുട്ടി ഇങ്ങനെ എൻ്റർ ചെയ്യും, തെരുവീതികളിൽ ഏകാന്തതയുടെ കമുകറയുടെ ശബ്ദം. നമ്മൾ പുതിയ ഇതിലേക്ക് വരുമ്പോൾ ജോൺസൺ മാഷ് എത്രയോ വലിയ പ്രതിഭയാണ്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഒറ്റ വീണ കൊണ്ടാണ് അദ്ദേഹം നാഗവല്ലിയെ സൃഷ്ടിച്ചത്. നാഗവല്ലി നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ആ വീണയാണ്. ആ വീണയുടെ ഒരൊറ്റ സാധനമാണ്. പാട്ടുകൾ, ജോൺസൺ മാഷ പാട്ടുകൾ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. വെള്ളാരപ്പൂ മണമേളി പൊൻകിണ്ണം നീട്ടി മീട്ടി ആകാശപ്പൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. അതിന് യാത്രയാണ്. ഔസേപ്പ് ബച്ചൻ സാറ് അത് മതിയല്ലോ. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് ഏതായിരുന്നു? ഞങ്ങൾ ഒരുമിച്ച് ഉട്ടോപ്പിലെ രാജാവ് ആണ് ആദ്യം. പിന്നെ ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ സിനിമയിൽ അതിലൊരു രസമുള്ള പാട്ടുണ്ടല്ലോ, ഇല്ലില്ലം കാട്ടിലെ. എനിക്ക് പാടാൻ കഴിയില്ല അത്. വരി ഓർമ്മയില്ലേ? ഇല്ല. എഴുത്തിലെ പല പല വഴികൾ, നാടകമുണ്ട്, പാട്ട് എഴുത്തുണ്ട്, സിനിമയുണ്ട്, അതിനൊപ്പം തന്നെ ലേഖനങ്ങളും രാഷ്ട്രീയ ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളും എഴുതി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് അത് പൊതുവെ കണ്ടുവരാത്ത, ഇപ്പോൾ സിനിമയിൽ പോപ്പുലറായ ആളുകൾക്ക് രാഷ്ട്രീയം പറയുന്നത് വലിയ നടക്കുന്ന കാര്യമല്ല, പല കാരണങ്ങൾ കൊണ്ടും മടിക്കും. പക്ഷേ റഫീഖ് കൃത്യമായിട്ട് ലേഖനങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ എഴുതാറുണ്ട്, അനുഭവക്കുറിപ്പുകൾ എഴുതുന്ന സമയത്തും സട്ടിലായിട്ടുള്ള രാഷ്ട്രീയം കടന്നു വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് എഴുതാൻ ഒരു മടി തോന്നാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നുള്ളതാണ്. അത് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കങ്ങനെ ഭയമൊന്നും അത്തരത്തിലില്ല. അതുകൊണ്ട് സിനിമ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ തോന്നാറുണ്ടോ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക്. എന്നെ ആവശ്യം ഇൻഡസ്ട്രിക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഉറപ്പായും വിളിക്കും. ഇപ്പോൾ ഒരാളെ വിമർശിച്ചതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ വിമർശിക്കേണ്ട വന്നാൽ വിമർശിച്ചിട്ടുണ്ട്. ഒരു ഒരു രാഷ്ട്രീയ സംഭവത്തിന് നമ്മൾ വിമർശിക്കേണ്ട വന്ന് വിമർശിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു രീതി അതാണ്. ഞാൻ തുറന്നു പറയുന്ന ആളാണ്. എഴുത്തിലൊക്കെ ഒരു പിന്നെ സത്യസന്ധത ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടില്ലെങ്കിൽ വെറുതെ പൊങ്ങിക്കിടക്കാന്ന് മാത്രമേ ഉള്ളൂ എഴുത്തൊക്കെ. ഈ ആമേനൊക്കെ എഴുതി സിനിമയിൽ വരുന്ന ഒരു 2010 ആ സിനിമ ഉണ്ടാവണം. ഇപ്പോൾ 2023 എന്ന് പറയുമ്പോൾ ഈ സമയം എന്ന് പറയുന്നത് സിനിമയും കൂടിയിട്ട് സിനിമാ രംഗം വേറെ രീതിയിൽ മാറുന്ന ഒരു കാലഘട്ടവും കൂടിയിട്ടാണ്. പല രീതികളിലും മാറുന്നുണ്ട്. പുതിയ നിറയെ ആളുകൾ വരുന്നുണ്ട്. മറ്റേ നമുക്കറിയാം, കുറച്ച് സിനിമാക്കാർ അവരുടെ സിനിമകൾ ഇങ്ങനെയല്ല, ഒരു വലിയ തലമുറ സിനിമ പഠിച്ചിട്ടും സിനിമയോട് ഭയങ്കരമായിട്ട് ഇൻ്റർനാഷണൽ ഫിലിംസിൽ എക്സ്പോഷർ കിട്ടിയിട്ടും സ്വന്തമായി സിനിമ ചെയ്തും ഡിജിറ്റൽ കാലം അതിനെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ജനകീയമാവുകയാണ്. സിനിമ മേക്കിംഗ് ജനകീയമായിട്ടുണ്ട്. കുത്തക എന്നുള്ള സംഗതി പൊളിഞ്ഞു പോയിട്ട്, കോക്കസുകൾ പൊളിഞ്ഞു പോയിട്ട്, ചില ഗ്രൂപ്പുകളിൽ നിന്നകത്തുനിന്നൊക്കെ പുറത്ത് വന്നിട്ട് സിനിമ അതിഭീകരമായ സിനിമ മേക്കിംഗ് ജനകീയമാവുന്നുണ്ട്. പക്ഷേ ഒപ്പം തന്നെ നൂറുകണക്കിന് സിനിമകൾ ഉണ്ടാവുകയും അതിനകത്തൊരു 10-15 സിനിമ മാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയും കൂടിയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ലാസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ അത്ര നൂറുകണക്കിന് സിനിമ ഉണ്ടാവുന്നു, ശ്രദ്ധിക്കപ്പെട്ട സിനിമ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര മത്സരമുള്ള രംഗവും കൂടിയിട്ടായിട്ട് മാറുന്നുണ്ട്. അതിനകത്ത് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? എന്താ തോന്നുന്നത്? ഉറപ്പായിട്ടും അതെ. എന്തൊക്കെ തരം കോമ്പറ്റീഷൻസ് നിലനിൽക്കുന്നത്? പലതരത്തിലുണ്ട്. ഇപ്പോൾ ഞാനൊരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലാണ് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്നെ വിളിക്കുന്ന പിന്നെ ഒരു പ്രൊഡ്യൂസർ ആദ്യം പറയുക, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ കഥ പറയാൻ വന്ന് അവൻ്റെ കയ്യിൽ ഫുള്ള് തിരക്കഥയുണ്ട്, എനിക്കൊന്നും തരണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ എന്നാണ് ആദ്യത്തെ വെല്ലുവിളി. അപ്പോൾ നമ്മൾ ഈ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ അവന് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. ആക്ച്വലി അവൻ നല്ല വെൽ സൗണ്ട് ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇൻഡസ്ട്രിക്ക് എപ്പോഴും സക്സസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനകത്ത് പണം വലിയൊരു ഘടകമാണ്. അപ്പോൾ പണം കൊണ്ടുവരുന്നൊരു സാധനം അല്ലെങ്കിൽ പണം കൊണ്ടുവരുന്ന ഒരാളെ തന്നെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളൂ.
ഞാൻ എത്ര വലിയ എഴുത്തുകാരനാണോ അല്ലേ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് എഴുതാൻ അക്ഷരം അറിയാമെന്നുള്ളത് പോലും പ്രശ്നമല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനം കമേഴ്ഷ്യലി അത് വിറ്റ് പോകുമോ എന്നുള്ളതാണ് ആദ്യം സിനിമ ചിന്തിക്കുക. ഫസ്റ്റ് സിനിമ ചിന്തിക്കുക അങ്ങനെയാണ്. അതല്ലാത്ത പ്രൊഡ്യൂസേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല ജെന്യൂനായിട്ടുള്ള പണം മുടക്കാൻ തയ്യാറായിട്ടുള്ള നല്ല സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കാം. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട് പല തരത്തിൽ. രണ്ട്, ഈ ഞാൻ എത്ര നല്ല സിനിമ ചെയ്താലും എനിക്ക് കിട്ടുന്ന അറ്റൻഷൻ കുറവാണെങ്കിൽ, മീഡിയ അറ്റൻഷൻ കുറവാണെങ്കിൽ ഒരു കാര്യവുമില്ല. അതിന് ഉത്തമ ഉദാഹരണം തൊട്ടപ്പനാണ്. തൊട്ടപ്പൻ ഒരു കമേഴ്ഷ്യലി എന്താണ് വയബിളല്ലാത്ത സിനിമയല്ല, അത് ഓടേണ്ട സിനിമയായിരുന്നു. എന്തുകൊണ്ട് ഓടിയില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒന്ന്, ആ സമയത്ത് മുഖ്യധാര സിനിമയിലെ വലിയ വമ്പൻ സിനിമകൾ റിലീസ് ചെയ്ത സമയമാണത്. രണ്ട്, വിനായകൻ എന്നുള്ള ഫാക്ടർ. വിനായകനെ ഒരു മുഴുവൻ നായകനായിട്ട് ആളുകൾ അംഗീകരിക്കാത്ത ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യക്തിപരമായി ചിലപ്പോൾ തോന്നലാവാം, അതുണ്ട്. ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ വില്ലനായിട്ടോ അംഗീകരിക്കുന്ന പോലെ ഒരു മുഴുവൻ നായകനായിട്ട് അദ്ദേഹത്തിനെ അംഗീകരിക്കുക സിനിമയ്ക്ക് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ അന്നത്തെ കുറച്ച് വിവാദങ്ങളും ഒക്കെ കൂടി ആ സിനിമയെ അമ്പയെ പരാജയപ്പെടുത്തി കളഞ്ഞു. ആ സിനിമ നല്ല മുതൽ മുടക്കുള്ള സിനിമയായിരുന്നു, വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ട്. അതിലല്ലേ അവാർഡ് കിട്ടിയത്? സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയത്, തിരക്കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയത് അതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഘടകങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനും കൂടെ അറിയണം. ഉറപ്പായിട്ടും വേണം. അത് ഏതൊക്കെ രീതി മാർക്കറ്റ് ചെയ്യണം, ഏതൊക്കെ രീതി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരാജയം കൂടിയല്ലേ. കാരണം ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാർക്കറ്റിംഗും കൂടെ പഠിക്കണ്ടേ. മാർക്കറ്റിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു സിനിമയായിട്ട് ചെല്ലുമ്പോൾ ഒരു വമ്പൻ സിനിമ വേറെ ഉണ്ടെങ്കിൽ, ഒരേ സമയത്ത് അത്തരം സിനിമയും കൂടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് തിയേറ്റർ വരെ കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ നിന്ന് എടുത്ത് കളയും. ഇതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. അത് തടയാനുള്ള ഇൻഫ്ലുവൻസ് ഒന്നും നമുക്കില്ല. മീഡിയ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ലാലേട്ടനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളേ ഇല്ല. അദ്ദേഹം ഒരു വലിയ താരമാണ്. ഇപ്പം നമ്മൾ പറയാതെ തന്നെ മീഡിയ ഇങ്ങോട്ട് വരും. മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ, ഫഹദ് ഫാസിലിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ, ഈവൻ ടൊവിനോ തോമസിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ, ആസിഫ് അലിയെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങളില്ല. മാർക്കറ്റും അതിൻ്റെ ഒപ്പം തന്നെ വരും. അപ്പോൾ ഈ സിനിമാക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ ഒറ്റ സിനിമ ഭയങ്കരമായിട്ട് എടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് തിരക്കഥാകൃത്തുക്കൾ, ഒരുപാട് സംവിധായകർ, പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലേ അവരുടെയൊക്കെ ഒരു സർവൈവൽ ഇനിയുള്ള കാലത്ത് എങ്ങനെയായിരിക്കും? സാമ്പത്തികമായി വിജയിക്കാതെ നിലനിൽക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, എന്തായിരിക്കും തോന്നുന്നു? ആലോചിക്കേണ്ട വിഷയമാണ്. സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ കോവിഡിന് ശേഷം ഉള്ള സിനിമ വളരെ വലിയ മാറ്റങ്ങളാണ് സിനിമ രംഗത്തുള്ളത്. മാർക്കറ്റ് മാറിയിട്ടുണ്ട്. എല്ലാ തരം ഭാഷയിലും ഭാഷയിലുള്ള സിനിമകളും നമ്മൾ കാണുന്നുണ്ട്. പണ്ട് ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ നമുക്ക് ഏത് ഭാഷയിലുള്ള സിനിമയും കിട്ടും. മലയാളത്തിലുള്ള നല്ല സിനിമകൾ പുറത്തും ആൾക്കാർ കാണുന്നുണ്ട്. മാർക്കറ്റ് വലുതായിട്ടുണ്ട്. അപ്പോൾ മത്സരവും വലുതാവും ഉറപ്പായിട്ടും. അതിനാൽ എനിക്ക് തോന്നുന്നു വരും കാലത്ത് കണ്ടന്റ് നല്ല കണ്ടന്റുകളാണ് കൂടുതൽ അതിജീവിക്കുക എന്ന് തോന്നുന്നത്. മേക്കിംഗ് ഒക്കെ അതിൻ്റെ സാങ്കേതികതയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നല്ല കണ്ടന്റുകൾ ഉണ്ടാവുക. ഈ പുതിയ സിനിമകളിലെ ഇപ്പോൾ ഭയങ്കര രസകരമായ സിനിമകൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ. അങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള പുതുതലമുറ സിനിമക്കാരൊക്കെയാ, സിനിമകൾ ഏതൊക്കെയാ? എനിക്ക് പോത്തൻ്റെ സിനിമകൾ എനിക്കിഷ്ടമാണ്. ദിലീഷ് പോത്തൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ശ്യാമിൻ്റെ എഴുത്ത് ഇഷ്ടമാണ്. മധു സി നാരായണൻ്റെ സിനിമകളില്ല, സിനിമ അപ്രോച്ച് എനിക്കിഷ്ടമാണ്.
ഇനിയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. മഹേഷ് നാരായണൻ്റെ സിനിമകൾ, എനിക്ക് ജിയോ ബേബിയുടെ സിനിമകൾ ഇഷ്ടമാണ്. കാതൽ എനിക്ക് വലിയ ഇഷ്ടമായ സിനിമയാണ്. പുതിയ ആൾക്കാർ കുറേ അങ്ങനത്തെ നല്ല ആളുകൾ ഒരുപാടുണ്ട്, നല്ല സിനിമാക്കാരുണ്ട്, സിനിമ അങ്ങനെ സമീപിക്കുന്നവരുണ്ട്. നമ്മുടെ ട്രൂ കോപ്പി തിങ്കിൽ തന്നെ പബ്ലിഷ് ചെയ്ത ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, സിദ്ധാർത്ഥൻ്റെ പട്ടികൾ എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകൾ വായിക്കുകയും ഒക്കെ ചെയ്തതാണ്. റഫീഖിൻ്റെ ഒരു അയൽവാസിയായ സിദ്ധാർത്ഥനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അതിന് തുടർന്ന് അന്വേഷണങ്ങളുണ്ടായി അയാളെക്കുറിച്ച്. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു പോയി. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് റഫീഖ് വീണ്ടും എഴുതുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കഥ പോലെ തന്നെ, കഥയല്ലാത്ത അതിനേക്കാൾ റിയൽ ആയിട്ടുള്ളൊരു ജീവിതം തന്നെയായിരുന്നു. സിദ്ധാർത്ഥനെ കുറിച്ചൊന്ന് പറയാമോ? വലിയ വേദനയാണത്. പക്ഷേ അറിയാമല്ലോ, ഞാനത് എഴുതുന്നത് അതിൻ്റെ ഏറ്റവും അടിയിൽ പോയിട്ടാണ്. അവരെ ഇപ്പോഴും അത്തരം ആളുകളുടെ ഒരു മനോഭാവവും അകറ്റി നിർത്തലും, വൃത്തി, ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് അകറ്റി നിർത്തപ്പെട്ടൊരു കുടുംബമായിരുന്നു അത്. എൻ്റെ തൊട്ട് അടുത്തുള്ള വീടാണ്. ഞാൻ അതിൽ എഴുതാത്ത ഭീകരാവസ്ഥകൾ വരെയുണ്ട്. ഞാൻ അങ്ങനെ എഴുതിയ അപ്പോൾ ജീവിച്ചിരിക്കുന്ന സിദ്ധാർത്ഥനെ ആൾക്കാർ വീണ്ടും ഒരു എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, പലതും എഴുതാതെ ഒഴിവാക്കിയിട്ടുണ്ട്. അത്ര ഭീകരതയായിരുന്നത്. എല്ലാവരും വളരെ മാന്യമായിട്ടും സുഖമായിട്ടും ജീവിക്കുന്നതിൻ്റെ നടുക്കൊരു വീട്, ഒരു അമ്മയും മകനും. അപ്പനുണ്ടായിരുന്നു, കിടപ്പിലായിരുന്നു, കുറച്ച് കഴിഞ്ഞ് മരിച്ചുപോയി. ഞാൻ അവിടെ താമസിക്കാൻ ചെല്ലുമ്പോൾ അമ്മയും മകനും മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരും നോർമൽ അല്ല എന്നുള്ളതാണ്, മാനസികമായി അല്ല. അവരുടെ ഇടയിലുള്ള കലഹങ്ങൾ, അവരുടെ ഇടയിലുള്ള രോഗാവസ്ഥകൾ, ദാരിദ്ര്യം, ഇതൊക്കെ നമുക്ക് വളരെ ക്ലോസ് വാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. കുറേ പട്ടികളൊക്കെ ആയിട്ട് നടക്കുന്ന സിദ്ധാർത്ഥൻ. അപ്പം ഞാൻ അവിടെ ഉണ്ടല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഓർത്ത് വിഷമിച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ അവനെ എങ്ങനെ പിന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ അവനെ സഹായിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെയും പറ്റുന്നില്ല. അയ്യേ എന്ന് പറയും ആൾക്കാർ. ആ അവസ്ഥയിലാണ്. പിന്നീട് പലർക്കും അത് മനസ്സിലായി. നമ്മളത് എഴുതിയത് കൊണ്ട് കൂടിയാണത്. അവരെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റില്ല, മുഴുവൻ പട്ടികളാണ്. കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അത്രയും പട്ടികളുള്ള വീട്ടിലോട്ട് അവൻ്റെ അമ്മ നിലത്ത് കിടക്കുകയാണ് ഒരു ദിവസം, ഉടുവസ്ത്രം ഇല്ലാതെ. ഒരാൾ പോലും എടുക്കുന്നില്ല, പട്ടി. അത്ര പട്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുക. ഞാൻ വരുന്നു, നേരെ ചെല്ലുന്നു. പട്ടി കടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഒരു ചെറിയ വിറക് കഷ്ണം ഒടിച്ചു പിടിച്ചിട്ടുണ്ട്, വെറുതെ ഒരു പ്രതിരോധത്തിന് വേണ്ടി മാത്രം. പക്ഷെ പട്ടി എന്നെ ഒന്നും ചെയ്തില്ല, എൻ്റെ അടുത്തോട്ട് ഒന്നുപോലുമില്ല. അവർക്ക് അറിയാതെ ഞാൻ അവരെ എഴുന്നേൽപ്പിക്കുന്നു, അവരെ കുളിപ്പിക്കുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് മുണ്ടെടുത്ത് അവരെ പുതപ്പിക്കുന്നു, തലയൊക്കെ തോർത്തി കുറച്ച് കട്ടൻ ചായ വരുത്തിച്ച് കുടിപ്പിക്കുന്നു, അകത്ത് കൊണ്ടുപോയി കിടത്തുന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവർ മരിക്കുന്നു. പിന്നീട് സിദ്ധാർത്ഥന ഒറ്റയ്ക്കാണ്, നടപ്പാണ്. സത്യത്തിൽ അവന് ഒന്നിൻ്റെ പിന്നെ അവന് സഹായമേ ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് ഒരു നാടോടിയായിട്ടുള്ള ഒരാൾ നടക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ കൺമുമ്പിൽ കൂടിയാണ് നടക്കുന്നത്. ഇത് സിദ്ധാർത്ഥനാണല്ലോ. കുറച്ച് മുമ്പ് അവൻ ആരോഗ്യവാനായിട്ടുള്ള ഒരുത്തനായിരുന്നല്ലോ, നമ്മുടെ സുഹൃത്തായിരുന്നല്ലോ എന്ന് വിചാരിച്ച് അവനെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരലല്ല ഉണ്ടായത്. അയ്യോ, സഹതപിക്കാനാണ് ആൾക്കാർ കൂടുതലുണ്ടായത്. അങ്ങനെ നമ്മുടെ കൺമുമ്പിൽ കടന്നിട്ടൊരു മനുഷ്യജീവി പിന്നെ പതുക്കെ ഇല്ലാണ്ടായി. വളരെ എന്താണ്, സംസ്കാരത്തിലൊക്കെ അല്ലെങ്കിൽ സാക്ഷരതയിലോ സംസ്കാരത്തിലോ എല്ലാറ്റിലും ഉന്നതനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഞാൻ അടക്കമുള്ള ആളുകളുടെ കൺമുമ്പിൽ കിടന്നിട്ട് അങ്ങനെ ഒരു ആളില്ലാതായി. ഇത് പല രീതിയിൽ പലയിടത്തും സംഭവിക്കുന്നുണ്ട്. ഒരാൾ ആൾക്കൂട്ടം തല്ലിക്കൊല്ലണതും മറ്റുള്ളവർ നോക്കി നിൽക്കുന്നത് ഇതേ സാധനം തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ആശങ്കയുണ്ടല്ലോ, തുറന്നു പറഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന തോന്നലില്ലേ എന്ന് ചോദിച്ചില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇടപെട്ടാൽ എനിക്കെന്താ സംഭവിക്കുക, അല്ലെങ്കിൽ
എൻ്റെ ഒരു നിലനിൽപ്പിന് എന്താ സംഭവിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതലും. അത് എറിയാടായാലും അമേരിക്കയിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പുതിയ കാലം അതിനെ കുറെ കൂടി രൂക്ഷമാക്കിയിട്ടുണ്ട്. കഥ എഴുതുന്ന ആളുകളെല്ലാവരും നോവൽ എഴുതാറില്ല. എളുപ്പമല്ല. പല കഥാകൃത്തുക്കളും പറയുന്നുണ്ട് കഥ എഴുതുന്നത്ര ഈസി അല്ല നോവൽ എഴുതുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാൻവാസും അതിൻ്റെ ഒരു പരിപാടികളൊക്കെ കുറച്ചും കൂടി വലുതാണ്. റഫീഖ് ഇതുവരെ ഒരു നോവൽ എഴുതിയിട്ടില്ല. നോവലിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? എൻ്റെ നാട്ടുകാരനായിരുന്നു പ്രൊഫസർ എം. എൻ. വിജയൻ മാഷ്. ഞാൻ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു കാര്യം, നീ എന്താണ് എഴുതാൻ പോണത് എന്ന് ആരോടും പറയരുത്. പറഞ്ഞത് നിനക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ പറയണ്ട. അതുകൊണ്ടാണോ പറയാത്തത്? അതെ.